कभी भी आपके पारिवारिक जीवन में अतृप्त इच्छाओं में नहीं रहना है। ഭാവിയുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്. आपके भविष्य में कभी भी जो अतृप्त इच्छाओं में नहीं रहना है. അനേകരുടെ ജീവിതത്തിൽ ഇപ്പോൾ പലവിധമാകുന്ന ഖേദങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. എനിക്ക് ഇതാകുവാൻ കഴിഞ്ഞില്ല, എനിക്ക് അതാകുവാൻ കഴിഞ്ഞില്ല. बहुत लोग ऐसे जीते, मैं ऐसा नहीं बन सकता, वैसा नहीं बन पाया. സംതൃപ്തിയിൽ ജീവിക്കുവാൻ ആളുകൾക്ക് കഴിയുന്നില്ല. वो अंदर ही संतुष्ट नहीं होते. ഇപ്പോഴുള്ള അവസ്ഥയിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. आपकी अभी की जो अवस्था है उसमें आप खुश नहीं हो पा रहे. ഞങ്ങളുടെ വീട്ടിൽ സഹായത്തിന് ഒരു സഹോദരി ഒരിക്കൽ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ. എനിക്കിപ്പോൾ 12,000 രൂപ മാത്രമേ പല വീടുകളിൽ പോയി ലഭിക്കുന്നുള്ളൂ. അതൊരു 6,000 രൂപയെങ്കിലും ആയിരുന്നെങ്കിൽ കുടുംബത്തിനൊരു അനുഗ്രഹമായി തീർന്നേനമേ എന്ന്. तो हमारे घर में हमें मदद करने वाली एक बहन आकर कहती कि पास्टर हमारे लिए प्रार्थना करें, हमारी आर्थिक जो स्थिति बहुत कमजोर है, मैं इतने घरों में जाती हूँ लेकिन 10,000 रुपीस ही मिलता है, मुझे और कुछ अधिक पैसों की जरूरत है. ഞാൻ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. मैं उनके आशीषों के लिए प्रार्थना किया. അതിനുശേഷം ഞാനൊരു ഹോസ്പിറ്റലിലായിരിക്കുന്ന സന്ദർഭത്തിൽ उसके बाद मैं एक अस्पताल गई. ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോയപ്പോൾ एक पेशेंट को देखने के लिए वहां गया. പെട്ടെന്ന് എന്നെ കണ്ടുകൊണ്ട് ഒരു നഴ്സ് ഓടി വന്നു. तो एक नर्स मुझे देखकर वो दौड़ कर आई. പാസ്റ്റർ എന്താണ് ഇവിടെ? पास्टर आप क्यों यहाँ हैं? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. पास्टर आप मेरे लिए प्रार्थना ഇവിടെ करें. വലിയ കഷ്ടമാണ് പാസ്റ്റർ. यहाँ पे बहुत ही तकलीफ है. 7,000 രൂപ ശമ്പളം ഉള്ളൂ. बस 7,000 रुपया है. എനിക്ക് ഗൾഫിൽ പോകാൻ ഒരു വിസ കിട്ടാൻ പ്രാർത്ഥിക്കുമോ? प्रभु पास्टर जी प्रार्थना करें, एक वीजा के लिए प्रार्थना करें. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. मैं उनके लिए प्रार्थना किया. അന്ന് രാത്രി ഞാൻ വീട്ടിലായിരുന്നപ്പോൾ जब मैं उस रात घर में था എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു. तो मुझे सऊदी अरेबिया से एक फोन कॉल ഒരു मिला. നേഴ്സ് ആണ്. वो भी एक नर्स है. അവൾ പറഞ്ഞു, वो उसने कहा പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. पास्टर आप मेरे लिए प्रार्थना करें. ഇവിടെ 75,000 രൂപ എനിക്ക് ശമ്പളം ഉള്ളൂ. यहाँ पे बस 75,000 ही है पेमेंट. ഇംഗ്ലണ്ടിൽ പോകാൻ ഒരു വിസ കിട്ടാൻ പ്രാർത്ഥിക്കണം. पास्टर जी प्रार्थना करें कि मैं इंग्लैंड में जाऊं. ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ വിചിത്രമായി എനിക്ക് തോന്നി, ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സ് സൗദി അറേബ്യയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. मुझे ये बहुत आश्चर्य हुआ, जो केरल में जो नर्स हैं वो गल्फ में जाना चाहती है ഗൾഫിലായിരിക്കുന്നവര് ഇംഗ്ലണ്ടിൽ പോകുവാൻ और ആഗ്രഹിക്കുന്നു. गल्फ में जो है वो इंग्लैंड जाना चाहती है. ഒരിക്കൽ ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ और एक बार जब मैं इंग्लैंड गया അവിടെയുള്ളവർ പറയുന്നത്, तो वहाँ के लोग कहते हैं ഇവിടെ വലിയ തണുപ്പാണ് പാസ്റ്ററെ, पास्टर जी ये बहुत ठंडा है, ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? आप प्रार्थना करें कि हम ऑस्ट्रेलिया അവിടെയുള്ളവർ जाएं. ഓസ്ട്രേലിയക്ക് പോവുകയാണ്. और वहाँ के लोग ऑस्ट्रेलिया जा रहे हैं. സംതൃപ്തിയില്ലാത്ത അസംതൃപ്തി ജീവിതത്തിൽ വന്നിരിക്കുന്നു. സംതൃപ്തിയില്ലാത്ത ജീവിതം. उनके जीवन में संतुष्ट नहीं है. നിനക്ക് അടുത്ത പുരോഗതി കർത്താവ് തരട്ടെ, प्रभु आपको अगला बढ़ोतरी दे, എന്നാൽ പോയാൽ എവിടെ വരെ പോകും? लेकिन आप कहाँ तक पहुँचोगे? ഇപ്പോഴുള്ള ആ അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറാണോ? अगर आप आपकी अभी की जो अवस्था में, क्या आप तैयार है परमेश्वर की स्तुति करने का? എന്തോ ഒരു കാര്യം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ അനുഗ്രഹം പൂർണ്ണമാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അനുഗ്രഹത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്നാകുന്നു. आप सोचते हैं, अगर ऐसा कोई भी सोचते हैं आपको और एक चीज मिल जाए तो आप संतृप्त होंगे, लेकिन मैं आपसे कहना चाहता हूँ संतृप्ति जो है, सैटिस्फैक्शन, वो यीशु मसीह है. ജീസസ് ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകുന്നു. अगर आप यीशु मसीह को प्राप्त किए हैं तो आप संतुष्ट व्यक्ति हैं. 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമുക്കിങ്ങനെ വായിക്കാം. 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മലയാളത്തിൽ അതൊന്ന് ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. 2 कोरिन्थियों उसका 9वां पद, उसका 8वां पद को पढ़ें. ഞങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളും വായിക്കുക. जब हम पढ़ते हैं आप भी मिलकर पढ़िए. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആ ഭാഗം വളരെ ശക്തിയോടുകൂടെ നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവനായി. आपको बहुत जरूरी है कि ये वचन को आप जोर से बोले कि मैं हर एक बात में, हर एक बल काम के लिए मैं संतुष्ट हूं कर. ആമേൻ. അതൊന്ന് ശക്തിയോടുകൂടെ വായിച്ചേ. ആമേൻ. സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി. और लिखा है परमेश्वर सब प्रकार के अनुग्रह तुम्हें बहुतायत से दे सके, जिससे कि हर बात में
हर समय सब कुछ में जो तुम्हें आवश्यकता है तुम्हारे पास रहे और हर एक भले कामों के लिए तुम्हारे पास बहुत कुछ हो। ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. अपने हाथों को उठाते हुए कहीं हालेलुया। ഹല്ലേലൂയ. Praise the Lord. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാൾക്ക് ഒരു സൈക്കിൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, मैं हरदम बोलने वाला एक बात हूँ, एक व्यक्ति को एक साइकिल मिलता है, ആ സൈക്കിളിനോട് രണ്ട് രീതിയിൽ പ്രതികരിക്കുവാൻ കഴിയും. वो व्यक्ति वो साइकिल के साथ दो रीति से वो अपने प्रतिकरण दिखा सकते हैं। രണ്ട് വ്യക്തികളെ നമുക്ക് എടുക്കാം. दो व्यक्ति को हम लेंगे, ഒരാൾ നന്ദിയുള്ള വ്യക്തി, एक व्यक्ति हर बात में धन्यवाद देने वाला व्यक्ति, മറ്റൊരാൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തി. और दूसरा व्यक्ति है वो हर बात में खुश नहीं रहता। രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്, दोनों लोग प्रार्थना कर रहे हैं, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. प्रभु हमें आशीष दे। ഒരു സൈക്കിൾ കിട്ടി. तो एक साइकिल मिला, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തി, जिसका अंदर परमेश्वर के प्रति वो थैंकफुल नहीं है, അദ്ദേഹം ചോദിക്കുക സൈക്കിളേ ഉള്ളോ? तो ऐसे पूछता है, प्रभु बस साइकिल ही है क्या? ആ മനസ്സോടുകൂടെ സൈക്കിളെ നോക്കിക്കഴിഞ്ഞാൽ, और उस मन से जब वो साइकिल को देखता है, അയ്യോ ഇതിന്റെ ഹാൻഡിൽ ശരിയല്ലല്ലോ, इसका हैंडल ठीक नहीं है, ഇതിന്റെ സീറ്റ് ശരിയല്ലല്ലോ, इसका सीट ठीक नहीं है, എനിക്കിതിന്റെ ബെല്ല് ഇഷ്ടപ്പെട്ടിട്ടില്ല. मुझे इसका बेल पसंद नहीं आया। അയാൾ കയറി ഈ സൈക്കിളിൽ ഇരുന്നാല് जब वो साइकिल पे बैठता है, ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ जब वो आगे जाता है, ചെയിൻ തെറ്റും, അടിച്ച് താഴെ വീഴും. वो चेन भी गलत होगा, वो नीचे गिर जाएगा, അവന് ലഭിക്കേണ്ട നന്മ ലഭിക്കത്തില്ല. उसको जो भलाई उसको प्राप्त करना है उसको नहीं मिलता, നോ ഗ്രാറ്റിറ്റ്യൂഡ്. क्योंकि उसके अंदर एक धन्यवादित हृदय नहीं है। ജീവിത വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. आपके जीवन की सफलता का एक कुंजी है ग्रैटिट्यूड। ഏറ്റവും ചെറിയ കാര്യത്തിനും നന്ദി പറഞ്ഞോണം. एक छोटे से छोटे बात के लिए भी आपको धन्यवाद बोलना है। ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, और पिछले दिनों में मेरे जीवन में कुछ शारीरिक तकलीफ हुआ। ഞാൻ ഒരു സഭയിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. मैं एक कलीसिया में प्रचार करने जा रहा ജീവിതത്തിൽ हूँ। ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, मैं मेरे जीवन में सबसे पहली बार ऐसा प्रार्थना किया, കർത്താവേ ആ ചർച്ചിന്റെ അവിടുന്ന് വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ചർച്ച് വരെ നടക്കാൻ എനിക്ക് കൃപ തരണമേ. प्रभु मुझे मदद कर, गाड़ी से वो कलीसिया तक चर्च तक जाने के लिए मेरी मदद ഞാൻ करे। അന്നേരം ചിന്തിച്ചത്, ജീവിതത്തിൽ ഒരിക്കലും നടക്കുന്നതിന് ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. मैंने तब सोचा, अभी तक मेरे जीवन में मैंने कभी भी प्रभु को मैं जो चलता हूँ उसके लिए धन्यवाद नहीं दिया। ദൈവത്തിന്റെ മഹാകരുണയാണ് നീ നടക്കുന്നത്. आप जो चलते हैं परमेश्वर की बड़ी करुणा के कारण है। ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, मैंने अपने जीवन में सबसे पहली बार കർത്താവേ प्रार्थना ആ किया, പോഡിയത്തിന്റെ അടുക്ക നിൽക്കുമ്പോ जब मैं वो पोडियम के पास खड़ा അതെ होता हूँ, പിടിച്ചോണ്ടെങ്കിലും നിൽക്കാൻ എന്നെ സഹായിക്കണേ. उसको पकड़कर खड़े होने के लिए मेरी मदद ഞാൻ അവിടെ करें, നിന്ന് താഴെ വീഴരുതേ. मैं वहां से गिरना नहीं है। 6 മണിക്കൂറൊക്കെ ഞാൻ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. मैं 6 घंटा खड़े होकर प्रचार किया ജീവിതത്തിൽ है, ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, लेकिन जीवन में सबसे पहली बार मैंने प्रार्थना നിന്ന് किया, പ്രസംഗിക്കാൻ കൃപ തരണമേ. प्रभु खड़े होकर प्रचार करने के लिए सामर्थ्य നീ दे। ഇപ്പൊ ശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ നന്ദി പറയണം, സ്തോത്രം अगर പറയണം. आप सांस ले रहे तो आपको चाहिए प्रभु का धन्यवाद दे। ഹല്ലേലൂയ. हालेलुया। നന്ദിയുള്ളവനെയാണ് ദൈവം ഉയർത്തുന്നത്. जो लोग प्रभु के प्रति आभारी होते हैं उनको प्रभु सफलता देते हैं। നന്ദിയുള്ളവൻ ഒരു സൈക്കിൾ കിട്ടുകയാണെങ്കിൽ एक जो धन्यवाद देने वाले व्यक्ति को साइकिल मिलता है, പ്രാർത്ഥിക്കും, കർത്താവേ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സൈക്കിൾ പോലും ഇല്ലാതിരിക്കുമ്പോൾ എനിക്കൊരു സൈക്കിൾ തന്നതിനായി സ്തോത്രം. प्रार्थना करें कि प्रभु जब 1000 लोगों के पास साइकिल नहीं है, आपने मुझे एक साइकिल दिया, इसके लिए धन्यवाद। ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ആ സൈക്കിളെ നോക്കുകയാണെങ്കിൽ, ആ എത്ര നല്ല സൈക്കിൾ. और वो धन्यवादित टिंग टिंग। हृदय से वो साइकिल को जब देखता है, वो देखता है कितना सुंदर साइकिल, എത്ര നല്ല ബെല്ല്, कितना अच्छा बेल है, എത്ര നല്ല സീറ്റ്. कितना सुंदर सीट है। അയാൾ ആ സൈക്കിളെ കയറി ചവിട്ടി പോകുമ്പോൾ और जब वो साइकिल पर चढ़कर आगे जाता है ജംബോ ജെറ്റ് വിമാനത്തെ പോകുന്നത് तो പോലെ उसको लगता है वो जंबो जेट में जा रहा है, ആ മനുഷ്യന് ആ സൈക്കിൾ പ്രയോജനപ്പെടും. और उस व्यक्ति के लिए वो साइकिल लाभदायक है। ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് നന്മ പ്രയോജനപ്പെടും. और जो लोग धन्यवादित हृदय है उनके लिए सफलता आते हैं, വൈകാതെ അടുത്ത അനുഗ്രഹം വരികയും ചെയ്യും. बहुत जल्दी उसको अगली सफलता भी നീ प्राप्त ആ സൈക്കിൾ करेंगे। ലഭിച്ചതിന് നന്ദിയുള്ളവനാണെങ്കിൽ अगर वो साइकिल मिला इसके लिए आप धन्यवादित है, വൈകാതെ നിനക്ക് മെച്ചമായ ഒരു കാർ കർത്താവ് നൽകാൻ तो വിശ്വസ്തനാണ്. प्रभु जरूर आपको एक अच्छा कार देगा। ഹല്ലേലൂയ. हालेलुया। ആമേൻ. ഹല്ലേലൂയ. हालेलुया।
നിനക്കുള്ള നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്ക്. आपको दिए गए भलाई को सोचकर आप परमेश्वर की धन्यवाद. ഒരു ജോലി ഉണ്ടെങ്കിൽ അതിനെ ചൊല്ലി ദൈവത്തെ സ്തുതിക്ക്. नौकरी आपके पास है तो धन्यवाद दे. എനിക്കറിയാം എത്രായിരം പേരാണ് ഗൾഫിൽ അസംതൃപ്തിയോടുകൂടെ ജീവിക്കുന്നത്. मैं गल्फ में कई लोगों को जानते जो अतृप्त है. യൂറോപ്പിൽ, ഇംഗ്ലണ്ടിലാണ്, അവർ അമേരിക്കയിലാണ്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല, അസംതൃപ്തിയോടുകൂടെ वो ജീവിക്കുന്നു. यूरोप में है, अमेरिका में है, लेकिन संतृप्ति नहीं है उनके जीवन में. അരുണാചൽ പ്രദേശിലെ കുടിലിനകത്ത് ജീവിക്കുന്നവർ നല്ല സന്തോഷത്തിൽ സംതൃപ്തിയിൽ ജീവിക്കുന്നതും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. और मैंने ये भी देखा है अरुणाचल के छोटे झोपड़ी में वो लोग है बहुत खुशी आनंद से रहते हैं. ഹല്ലേലൂയ. हालेलुया. വലിയ വീട് കിട്ടിയത് കൊണ്ടോ അമേരിക്കൻ വിസ കിട്ടിയത് കൊണ്ടോ അല്ല നീ സാറ്റിസ്ഫൈഡ് ആകാൻ പോകുന്നത്. एक बड़ा घर मिला या अमेरिकन वीजा मिला, इससे आप संतृप्ति नहीं पा सकते. ഈ വചനം നിനക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ അരുണാചലിലെ കുടിലിൽ നിനക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാം. लेकिन ये वचन भी आपके अंदर प्रकाशित होता है. अरुणाचल के उस छोटे घर में भी आप खुशी संतृप्ति से रह सकते हैं. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. मेरे अभी मैं उसको रोकना चाहता ഏറ്റവും हूं. അവസാനത്തെ കാരണം और अंतिम जो कारण है എന്തുകൊണ്ട് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നു, क्यों आंतरिक चोट आते हैं, ആഘാതങ്ങൾ, ഷോക്കിംഗ് ഇൻസിഡൻസ്, ട്രോമ അല്ലെങ്കിൽ ആഘാതങ്ങൾ, അവ മുഖാന്തരം, ആഘാതങ്ങൾ മുഖാന്തരം, ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ മുഖാന്തരം ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നു. झटका देने वाले घटनाएं, जब हमारे जीवन में ऐसे शौक या झटका देने वाली घटनाएं होते हैं, हमारे जीवन में आंतरिक चोट पहुंच सकते हैं. ഈ ട്രോമാറ്റിക് ഇവന്റ്സിന്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെത്ത് ഓഫ് ഫാമിലി മെമ്പർ, ലവർ, ഫ്രണ്ട്, ടീച്ചർ ഓർ പെറ്റ്. ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം മൂലം ആഘാതമുണ്ടാകും. और जब ट्रॉमेटिक इवेंट, ट्रॉमेटिक जो घटना है, झटका देने वाली घटना हो सकता है आपके परिवार के किसी व्यक्ति का मृत्यु हो जाना, तलाक या आपके दोस्त या टीचर का मृत्यु, ये सब आपको झटका दे सकता है. ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ, ബസ് ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതുമൂലം ട്രോമ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. एक कार एक्सीडेंट, बस एक्सीडेंट होता है, उससे आपको झटका मिल सकता है. ഡിവോഴ്സ് സംഭവിക്കുകയാണെങ്കിൽ അത് ചിലർക്ക് ആഘാതമായി തീരും. और जब तलाक होता है वो कई लोगों के लिए एक झटका होता है. രോഗിയായി ദീർഘനാളുകൾ കിടക്കുമ്പോൾ ചിലപ്പോൾ അത് ആഘാതമായി തീരും. बहुत दिनों तक अगर बीमार है तो वो झटका दे सकता है. യുദ്ധമുന്നണിയിൽ പോകുന്നവർ, യുദ്ധത്തിന്റെ ഭാഗമാകുന്നവർ വാർ ട്രോമ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. और जो लोग युद्ध में जाते हैं उनको वॉर ट्रॉमा होने की संभावना है. നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതിക്ഷോഭത്തിന്റെ ഉള്ളിലാകി പോകുന്നവർക്ക്, ഞങ്ങളുടെ അവിടെ 2018 വെള്ളപ്പൊക്കമുണ്ടായി, അനേകം വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി, അതൊരു ആഘാതമാകുവാൻ സാധ്യതയുണ്ട്. और प्राकृतिक विपत्ति जब आते हैं वो भी लोगों के अंदर में बड़े झटके को ला सकता है. ടെററിസം മുഖാന്തരം ആഘാതം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. और टेररिज्म के द्वारा भी लोगों के अंदर झटका हो सकता है. ഒരു പുതിയ സ്ഥലത്തേക്ക് മാറി പാർക്കുമ്പോൾ ചിലപ്പോൾ അത് ആഘാതമായി തീരുവാൻ സാധ്യതയുണ്ട്. एक नए जगह में जाकर रहना वो झटका दे सकता है. ആമേൻ. മരണം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് ആഘാതമായി തീരുവാൻ സാധ്യത. अगर आप किसी के मृत्यु को देख रहे हैं वो भी आपके अंदर झटका दे सकता है. റേപ്പിന് വിധേയരാകുന്നവർ അവർ ആഘാതത്തെയാണ് നേരിടുന്നത്. जो बलात्कार का पीड़ना में सह जाते हैं वो उनका भी झटका होता है. കൊച്ചു കുഞ്ഞുങ്ങൾ ബാല്യകാലത്ത് അബ്യൂസുകൾക്ക്, ലൈംഗിക അബ്യൂസുകൾക്ക്, സെക്ഷൽ അബ്യൂസുകൾക്ക് വിധേയമാകും, അതൊരു ട്രോമയായി തീരുവാൻ സാധ്യതയുണ്ട്. और छोटे बच्चे जब लैंगिक शोषण में जाते हैं वो भी उनके अंदर झटका ला सकते हैं. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ട്രോമകളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ अगर ऐसे कोई भी एक झटका से आप गिए हुए हैं, യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. यीशु मसीह आपको चंगा करेगा. കാരണം നമുക്കൊക്കെ ഉണ്ടാകുന്ന ട്രോമകളെക്കാട്ടിലും വലിയ ട്രോമ ഉണ്ടാകുന്ന സാഹചര്യത്തിലൂടെയാണ് യേശു കടന്നുപോയത്. എന്നാൽ യേശുവിന് ട്രോമയൊന്നും ഉണ്ടായില്ല. क्योंकि हमें होने वाली हर एक झटका ट्रॉमा से भी बढ़कर झटका से यीशु मसीह गुजर गए, लेकिन उस समय भी यीशु को कोई झटका नहीं मिला. ഗെത്സമനയിൽ ഇരുന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. जब गेत्सेमने में यीशु मसीह प्रार्थना कर रहे थे उसके चेले सो रहे थे. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം വേർപ്പ് പോലെ പുറത്തു പോകുകയാണ്. उसके शरीर से खून पसीना के जैसे निकलने लगा. വൈദ്യശാസ്ത്രം പറയുന്നത് അളവിൽ
കൂടിയ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. और मेडिकल साइंस का कहना है जब आपका एक सीमा से ज्यादा स्ट्रेस होते हैं तब ऐसा होता है. മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപം വഹിക്കുക എന്ന ദൗത്യത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വിയർപ്പ് തുള്ളി പോലെ ഒഴുകുകയാണ്. पूरे मानव कुल के पाप का भार जो अपने ऊपर ले रहा है, यीशु मसीह के पसीना लहू हो रहा है. ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ടോടിപ്പോയി. अपने चेले सब उसे छोड़कर चले गए. കയഫാവിന്റെ മുൻപിൽ സന്നിഹിതത്തിന്റെ മുൻപിൽ താൻ എക്സാമിനേഷന് വേണ്ടി जुडिशियल एग्जामिनेशन വേണ്ടി നിൽക്കുകയാണ്. अभी कयफा के पास वो जुडिशियल एग्जाम के लिए खड़ा है. അവിടെ ഉള്ളവർ അവന്റെ മുഖത്തെ താടിരോമം പിടിതു പറിച്ചു. और वहां के लोग अभी उसके दाढ़ी उसको निकाल रहे हैं. മുഖത്തു നിന്ന് രക്തം ഒഴുകുകയാണ്. अभी उसके मुंह से खून बह रहा है. രക്തമൊഴുകിയ സംഭവങ്ങൾ ഗതസമനയിൽ രക്തമൊഴുകി കയഫാവിന്റെ അവിടെ സന്നിഗ്രഹത്തിന്റെ മുൻപിലായിരുന്ന സമയത്ത് യേശുവിൽ നിന്ന് രക്തമൊഴുകുകയാണ്. और कहां पर रक्त बहा. वहां पर देख सकते हैं कि गतसमने में रक्त बहा. कयफाव के उधर रक्त बहा. रोका सतना പാൻറ്റോറിയത്തിൽ ആമേൻ പിലാത്തോസിന്റെ അവിടെ ആയിരുന്ന സന്ദർഭത്തിൽ യേശു ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനാണ് നേരിടുന്നത്. തന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുകയാണ്. और पिलातोस के सामने जब खड़ा हुआ वहां भी एक शौक देने वाला एक है, उसके सिर पर कांटों का मुकुट डाल रहा. തലയിൽ നിന്ന് രക്തം ഒഴുകുന്നു. उसके सिर से खून बह रहा. അവന്റെ വിലാപ്പുറം മുഴുവൻ ചാട്ടവാർ കൊണ്ട് അടിച്ചവർ പൊളിച്ചു. उसके पीठ में पूरा मार कर ऐसा पूरा खून बह रहा है. ഇതിനെല്ലാം അർത്ഥമുണ്ട് മുഴുവനുള്ളവരെ. ये सबको एक बड़ा अर्थ है. ഗതസമനയിൽ വെച്ച് രക്തം വിയർപ്പ് പോലെ ഒഴുകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആന്തരിക മുറിവുകളെ മുഴുവൻ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. और जब गतसमने में उसका पसीना पूरा खून के रूप में बह रहा है, ये दिखाता है आप लोग जो आंतरिक घाव से जाते हैं उसकी चंगाई के लिए है. തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി അവിടെ രക്തമൊഴുകുമ്പോൾ അത് നിന്റെ മനസ്സിനെ നിന്റെ ബുദ്ധിമണ്ഡലത്തെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. और जब यीशु मसीह के सिर पर वो कांटों का मुकुट रखा गया, सिर से जब खून बह रहा है, ये आपके दिमाग में जो तनाव जो दर्द आप सहते उसको सह रहा है. പുറം മുഴുവൻ അടിയേൽക്കപ്പെട്ട് അവിടെ നിന്ന് രക്തമൊഴുകുമ്പോൾ നിന്റെ ശാരീരിക രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് രക്തമൊഴുക്കുന്നത്. और यीशु मसीह के पीठ में पूरे चाटों से मारा गया और वहां से खून बह रहा है. ये खून बह रहा है आपकी शारीरिक चंगाई के लिए. ഗോൽഗോത്തയിൽ വരുമ്പോൾ അവൻ ആണിയാൽ തൂങ്ങപ്പെടുന്നു. ക്രൂശിൽ അവന്റെ കൈകളിൽ ആണികൾ അടിച്ചപ്പോൾ കൈകളിൽ നിന്ന് രക്തമൊഴുകുകയാണ്. और गोलगोल्ता में जब क्रूस पर उसके दोनों हाथों में कीले लगा गए, वो कील से अभी रक्त बह रहा है. കാലുകൾ ആണിയടിച്ചപ്പോൾ രക്തമൊഴുകുകയാണ്. और उसके पैरों में कील लगाए गए. യേശു അനുഭവിച്ചതുപോലൊരു ട്രോമ മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? क्या कोई यीशु ने जिस प्रकार से ट्रॉमा झटके का अनुभव किया, कोई है जिसने ऐसा अनुभव किया? യേശുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ अगर आप यीशु के मुंह की ओर देखते हैं, സകല ആഘാതങ്ങളിൽ നിന്നും യേശുവിനെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. आपके हर एक जग में से यीशु आपको बाहर निकाल सकता ഓ, है. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ യേശു സൗഖ്യമാക്കുകയാണ്. ये शब्द सुनने वाले बहुतों को प्रभु उन झटकों से बाहर निकल रहा है. ആമേൻ. എല്ലാ ആന്തരിക മുറിവുകളുടെ സാഹചര്യങ്ങളിൽ നിന്നും യേശു നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. हर एक आंतरिक चोट के परिस्थितियों से यीशु आपको बाहर लेकर आना चाहता है. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുടെ ജയിലിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ, मैंने जो बोला ऐसे बातों के जेल के अंदर आप हैं, നിനക്ക് तो പുറത്തു പോകാൻ കഴിയുന്നില്ല. आप बाहर नहीं जा सकते. നീ ഒരു പ്രിസണിൽ കിടക്കുകയാണ്. आप एक जेल के अंदर हैं. ജനറേഷണൽ ഇഷ്യൂവിന്റെ ഒരു വലിയ കമ്പീഴ, और पीढ़ीगत समस्याओं का एक जेल, റിജക്ഷന്റെ ഒരു കമ്പീഴ, और तिरस्करण का एक बार, അൺഫുൾഫിൽഡ് ഡിസയേഴ്സിന്റെ ഒരു കമ്പീഴ, और असंतृप्त जो इच्छाएं हैं, ട്രോമയുടെ ഒരു കമ്പീഴ. और झटकों का एक जेल. നിനക്കിത് പൊളിക്കാൻ വയ്യ. आप खुद इसको तोड़ नहीं पा रहे. നീ തടവറയിൽ കിടക്കുകയാണ്. आप जेल के अंदर हैं. ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. आप इसके अंदर घूम रहे हैं. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ जब ये वचन आप सुन रहे ഈ हैं, വചനം നിന്റെ കമ്പി ഇഴകളെ പൊളിച്ചു തുളച്ച് അകത്തെത്തുവാൻ പോകുന്നു. ये तुम्हारे जेल
को टूटाकर तुम्हारे अंदर आ रहा നീ है ഇരുട്ടിലായിരിക്കുന്ന ആ ജയിലിനകത്ത് വെളിച്ചം ഉദിക്കുകയാണ്. और तुम जो जेल में अंधकार में है उस जेल के अंदर प्रभु रोशनी बनकर आ रहा है വചനത്തിന് തകർക്കാൻ കഴിയാത്ത ഒരു മതിലുമില്ല, ഒരു കമ്പിയിഴയുമില്ല. और वचन को तोड़ नहीं सकने वाला कोई जेल नहीं है, कोई बार नहीं है. വചനം നിനക്ക് വേണ്ടി വഴി തുറക്കുന്നു. वचन आपके लिए रास्ता खोलता है. നിനക്ക് യേശുവിനെ ദൂരെ കാണാം. आप यीशु को देख सक रहे हैं. നിന്റെ തടവറയ്ക്കകത്ത് വെളിച്ചം വന്നിരിക്കുന്നു. आपके पीढ़ी में रोशनी आ पहुंचा है. Word is light and life. क्योंकि वचन वो रोशनी है और जीवन है. ഓ യേശുവിനെ നിനക്ക് കാണാം. यीशु को आप देख रहे हैं. ഇനി നീ ആന്തരിക മുറിവുകളിൽ തുടരേണ്ട കാര്യമില്ല. और आप आंतरिक घाव में रहने की जरूरत नहीं. ഈ ജയിൽ വിട്ട് പുറത്തിറങ്ങുക. ये जेल छोड़कर आप बाहर निकले. യേശുവിന്റെ അരികിലേക്ക് ഓടുക. यीशु मसीह के पास करीब दौड़ आए. അവന്റെ അരികിൽ വരിക. यीशु के पास आ जाए. അവന്റെ ക്രൂശിലേക്ക് നോക്കുക. उसके क्रूस की ओर देखें. യേശു പറയുന്നു സകലവും നിവർത്തിയായി, സകലവും പൂർത്തിയായി. It is finished. यीशु मसीह कहता है सब कुछ समाप्त हो गया. It is finished. सब कुछ पूरा हो गया. ക്രൂശിലേക്ക് നോക്കുമ്പോൾ उस क्रूस पर आप जब देखते हैं നിന്റെ മുറിവുകൾ ഉണങ്ങും. आपके जो घाव है वो सूख जाएंगे. ആ രക്തം നിന്നിലേക്ക് ഒഴുകുകയാണ്. वो यीशु मसीह का लहू आपके और നിന്റെ ആന്തരിക മുറിവുകൾ മുഴുവൻ ഉണങ്ങുന്നു. आपके आंतरिक घाव को वो सुखा रहा है. നിന്നെ ഒരു വെളിച്ചം മൂടുന്നു. आपको एक रोशनी आकर आपके ऊपर आ रहा है. നീ ഒരു പുതിയ വ്യക്തിയായി തീരുന്നു. आपको एक नया व्यक्ति बना रहा നീ है. വിജയത്തിന്റെ ഒരു പീഠത്തിൽ എത്തിച്ചേരുന്നു. आप सफलता की कुर्सी पर आ गए. അത്ഭുതങ്ങളുടെ വഴികൾ തുറക്കപ്പെടുന്നു. चमत्कारों का रास्ता आपके लिए खोल रहा है. ഇപ്പോൾ നീ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. आप अब यीशु के पास खड़े हैं. നീ യേശുവിനോട് ചേർന്ന് നിന്നാൽ आप यीशु के साथ अगर खड़े हैं, ദിനംതോറും നീ വളരും. रोज आप बढ़ोगे. യേശുവിനെ പോലെ വളരും. यीशु मसीह के जैसा बढ़ोगे. യേശുവിനെ പോലെ വളരും. यीशु मसीह के जैसा बढ़ोगे. വൈകാതെ बहुत ही जल्दी നീ യേശുവിന്റെ പ്രതിനിധിയായിട്ട് यीशु मसीह के एक प्रतिनिधि होकर ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമായി തീരാൻ और हजारों की चंगाई के लिए, छुटकारा के लिए प्रभु तुझे एक पात्र बनाएगा. യേശുവിന്റെ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. यीशु मसीह की जो कब्र है वो खुला है. അതേപോലെ നിന്റെ കല്ലറയും ഇന്ന് തുറക്കപ്പെട്ട് കിടക്കുകയാണ്. उसी प्रकार आज तेरा कब्र खुल गया है. പിശാച് നിന്നെ പിടിച്ച് കല്ലറക്കകത്തിട്ടു. शैतान ने पकड़कर तुझे कब्र के अंदर डाला. ഈ സകല ആന്തരിക മുറിവുകൾ കൊണ്ടും അവൻ കരുതി നിന്നെ കല്ലറക്കകത്തിട്ട് ഇല്ലാതെയാക്കാമെന്ന്. आंतरिक घावों के साथ शैतान ने सोचा तुझे एक कब्र में डाल सके. എന്നാൽ നീ വചനം കേട്ടതിനാൽ लेकिन तुमने आज वचन को നിന്റെ सुना है. കല്ലറ പൊളിഞ്ഞ് നീ പുറത്തു വന്നിരിക്കുകയാണ്. तुम्हारे कब्र को तोड़कर तुम बाहर आ गए हो. എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും? कितने लोग मेरे साथ प्रार्थना ഒരു करेंगे? അത്ഭുത വിടുതൽ യേശു നിന്റെ മേൽ അയക്കുകയാണ്. यीशु मसीह एक चमत्कार आपके जीवन में भेज रहा है. എത്ര പേർ എത്ര പേർ എത്ര कितने പേർ? लोग, कितने लोग? ഓ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. आइए मिलकर प्रार्थना ഇവിടെ करें. ആയിരിക്കുന്നവർ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. और जो लोग यहाँ पर हैं आप लोग खड़े होकर प्रार्थना അത്ഭുതങ്ങൾ करें. സംഭവിക്കാൻ പോകുന്നു. एक चमत्कार प्रभु हमारे जीवन में कर रहा है. വാക്കുശോർബാൻ ധനലേ ഓ ശരല ബബബനറിയം ധനതകൽക്കന. Thank you Lord Jesus. റബസകതന റിലമകതനതനതന. Thank you Jesus. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. सब लोग प्रार्थना करें. അന്യഭാഷകളിൽ अन्य പ്രാർത്ഥിക്കുക. भाषा में प्रार्थना യേശു करें. നിങ്ങളെ തൊടുന്നു. यीशु मसीह आपको छू रहा है. എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ യേശു തൊടുകയാണ്. जो लोग इस माध्यम के द्वारा मुझे देख रहे हैं आपको യേശു यीशु छू നിങ്ങളെ रहा है. സൗഖ്യമാക്കുന്നു. यीशु आपको छूकर चंगा യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. यीशु मसीह आपके लिए अद्भुत काम करता है. യേശു നിന്നെ ആ തടവറയിൽ നിന്ന് പുറത്തു വരുത്തുന്നു, പുറത്തു കൊണ്ടുവരുന്നു. यीशु मसीह उस आप जेल से आपको बाहर कर रहा है. ശതന പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. प्रार्थना करें. അന്യഭാഷകളിൽ अन्य പ്രാർത്ഥിക്കുക. भाषा में प्रार्थना करें. ലബ്സ്ലി ബലക തർബകന തകൽകന തകർതന. ശതന തകൽബറതന. ശതമന തകൽബറതന. ശമതബറതന തകൽകന.
Avla tabarramasatana. Zandela berakatanatel. ഒരു മിറക്കിൾ, ഒരു മിറക്കിൾ, ഒരു മിറക്കിൾ, ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. प्रभु एक चमत्कार, एक ഒരു चमत्कार, മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. प्रभु एक चमत्कार, ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. प्रभु एक चमत्कार, ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. प्रभु एक चमत्कार उनके जीवन में होने पाए. ശബല കതറ ബഖതനതക മാത ബറബതനതക ധാൻ ബതരാം സംസാർ ബഗനതിയൽ ബ്രോതനതി റുഷതന തഗൽ മനതക. Oh, thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. പാദൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തന്റെ മാറോടു ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽഫലങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽഫലങ്ങളെ നൽകിയിടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടുക സഭി മിൽकर गाइए, सब लोग मिलकर आराधना करें. ओहो हालेलुया,
Hallelujah. Hallelujah. Thank you, Jesus. 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 ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ हम आपके लिए मिलकर प्रार्थना करेंगे। ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ अभी आपके जीवन में प्रभु चमत्कार, ആന്തരിക മുറിവുകൾ സൗഖ്യമാകുവാൻ आपके आंतरिक घाव को प्रभु छू रहा है। പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. स्वर्गीय पिता यीशु मसीह के नाम से आपके जन के लिए प्रार्थना। ശ്രദ്ധയോടുകൂടെ ഈ വചനം കേട്ട് ഓരോരുത്തരെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु जो लोग वचन को सुने आप उनको छुए प्रभु। അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കും. उनके जीवनों में बड़े चंगाई को भेजे। എല്ലാ ജനറേഷണൽ കർസസും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. प्रभु हर एक पीढ़ीगत जो शाप उनके जीवन से निकल जाए। എല്ലാ റിജക്ഷൻസിന്റെ പരിണിത ഫലങ്ങളും അവരെ വിട്ടുപോകട്ടെ. हर एक तिरस्करण के प्रतिक्रिया उनके जीवन से निकल जाए। യേശുക്രിസ്തുവിന്റെ അക്സെപ്റ്റൻസിലേക്ക് അവർ വരട്ടെ. होने पाए कि वो यीशु मसीह के अंगीकार में आ जाए। യേശുക്രിസ്തുവിന്റെ സ്നേഹം അവർ സ്വീകരിക്കട്ടെ. यीशु मसीह के प्यार को वो स्वीकार करे। എല്ലാ സോൾ ടൈം പൊട്ടിപ്പോകട്ടെ. हर एक सोल टाई प्रेम बंधन को तोड़ दे। എല്ലാ നിലകളിലുമുള്ള അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് അവരെ വിട്ടുപോകട്ടെ. हर एक अनफुलफिल्ड डिजायर्स उसके अंदर से टूट जाए। സംതൃപ്തമാകുന്ന ഒരു ജീവിതം നയിക്കാൻ അവരെ സഹായിക്കണമേ. प्रभु संतुष्टि से एक जीवन बिताने के लिए अब मदद ഇപ്പോൾ करें। അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. प्रभु अभी आश्चर्य काम उनके जीवन എല്ലാ में होने- അസംതൃപ്തിയും വിട്ടുപോകട്ടെ. हर एक असंतुष्टि उनके जीवन से निकल जाए। പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ അവരെ വിട്ടുപോകട്ടെ. प्रभु पूर्ति जो पूरा नहीं करने वाले इच्छाएं हैं उसको दूर करें। ഈ സമയത്ത് എല്ലാ ട്രോമകളും സൗഖ്യമാകട്ടെ. हर एक झटका चंगा हो जाए। ആഘാതങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. प्रभु हर एक आघात से झटकों से बाहर आ അവരുടെ जाए। മനസ്സ് സൗഖ്യമാകട്ടെ. उनका मन चंगा हो जाए। മനസ്സ് സൗഖ്യമാകട്ടെ. उनका मन चंगा हो जाए। തടവറകൾ പൊളിയട്ടെ. തടവറകൾ പൊളിയട്ടെ. हर एक जो बंदीगढ़ टूट जाए അവർ പുറത്തു വരട്ടെ. वो बाहर आने पाए। പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അവരുടെ മേൽ അടിക്കട്ടെ. पवित्र आत्मा का रोशनी उनके ऊपर आने पाए। യേശുവിനോട് ചേർന്ന് നിൽക്കട്ടെ. वो यीशु के साथ खड़े होने पाए। ശത്രുവിനെ ശാസിക്കട്ടെ. शैतान को वो डांटने पाए। പിശാചിന് വിട്ടുപോകാം. शैतान आप दूर जाओ। ഇവരെ ഇനി നിങ്ങൾക്ക് തൊടുവാൻ, ഇവരെ ഇനി നിനക്ക് തൊടുവാൻ അനുവാദമില്ല. और इनको छूने की अनुमति तुझे नहीं है। എല്ലാ ദുരാത്മാക്കൾക്കും വിട്ടുപോകാം. हर एक दुष्ट आत्मा निकल जाओ। യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ ദുരാത്മാക്കളും ഈ ജനത്തെ വിട്ടു പുറത്തു പോകട്ടെ. यीशु मसीह के नाम से हर एक दुष्ट आत्मा निकल जाए। ഇപ്പോൾ തന്നെ ഇവർ സ്വതന്ത്രരായി തീരട്ടെ. इसी वक्त ही स्वतंत्र हो जाए। അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. अद्भुत काम प्रभु ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ തീയുടെ സ്നാനം അവരുടെ മേൽ അയക്കണമേ. इसी समय पवित्र आत्मा का आग की बपतिस्मा उनके ऊपर आने पाए। Baptism with fire. आग की बपतिस्मा। Baptism with fire. आग की बपतिस्मा। ഒരു ആന്തരിക മുറിവിനും ഇനി തൊടുവാൻ കഴിയാത്ത നിലവാരത്തിൽ एक आंतरिक घाव को और इनको छूने नहीं सकने की तल ഇപ്പോൾ पर baptism with fire. इस प्रकार से आग की बपतिस्मा से भर दे। അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. प्रभु आपने अद्भुत काम को किया। അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് प्रभु आपने दिया वाला अधिकार को അങ്ങയുടെ इस्तेमाल ജനത്തെ करते हुए പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. आपके जन को पिता पुत्र पवित्र आत्मा के नाम से आशीष देते हैं। ആത്മികമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി അനുഗ്രഹിക്കുന്നു. प्रभु इन लोगों को आत्मिक रीति से, शारीरिक रीति से, मानसिक रीति से हम आशीष देते हैं। You are blessed in Jesus name. आप यीशु मसीह के नाम से आशीषित हो। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. ആമേൻ. ഒരു വിജയ ഭേരി മുഴക്കിയേ. एक जय की घोषणा करे। Hallelujah. Thank you so much for joining with us. ഞങ്ങളോടുകൂടെ ആയിരുന്നതിനുള്ള പ്രത്യേകമാകുന്ന നന്ദി അറിയിക്കുന്നു. എല്ലാ സമൃദ്ധിയാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you abundantly. हमारे साथ जुड़ने के लिए आप सबको बहुत धन्यवाद करते हैं। प्रभु हर एक आशीषों से आपके जीवन को भर दे। Amen.